ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിൽ ചിന്തിച്ച ഒരു റെസിപ്പിയാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ നിങ്ങളെ കാണിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ട്രാവൻകൂർ കഫേ ആൻറ്റി ചോദിച്ചായിരുന്നു എന്നെപ്പറ്റി കൂടുതൽ അറിയാൻ, ഞങ്ങളുടെ ഫാമിലിയെ പറ്റിയൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതാണോ എന്തുവാന്നൊക്കെ. അപ്പം എൻ്റെ പഴയ ആൾക്കാർക്കെല്ലാം എൻ്റെ സ്റ്റോറി മൊത്തം അറിയാം. അപ്പം ഞാനെന്ന് പറയുന്നത്, എൻ്റെ ചേച്ചിയാണ് ആദ്യം ബോംബെക്ക് വന്നത് ജോലിക്കായിട്ട്. അന്ന് അവർ പണ്ടെന്നൊക്കെ പറയുന്നത് ബാച്ചിലേഴ്സുകാർ ഒത്തിരി ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ബാച്ചിലേഴ്സിൻ്റെ കൂടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവൾ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത്. പിന്നെ ബ്രദർ വന്നു. പിന്നെ കുറച്ച് നാളൊക്കെ ഇങ്ങനെ ബാച്ചിലേഴ്സിൻ്റെ കൂടെ താമസിച്ചിട്ട് വാടകയ്ക്കൊരു റൂം എടുത്ത്, ഒരു സ്റ്റുഡിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റൂമും അതിനോട് ഇച്ചിരി അങ്ങോട്ട് മാറി തോന്നുന്നത് കിച്ചൺ എന്ന് പറയാനൊന്നും ഒക്കത്തില്ല. അത് ബോംബെയിലൊക്കെ ഉള്ളവർക്കറിയാം. അത് കഴിഞ്ഞ് ബ്രദർ വന്ന്. ബ്രദർ ഷിപ്പിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പം കുറച്ച് നാൾ ബോംബെ ജോലി ചെയ്ത്, പിന്നെ ഷിപ്പിൽ ജോലി ചെയ്തു. പിന്നെ ഞാൻ നഴ്സിംഗ് പഠിച്ചിട്ട് ഞാനും അത് കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞ് ബെൻസി വന്നു. ബെൻസി അക്കൗണ്ടൻ്റായിട്ടായിരുന്നു. ഞങ്ങൾ 4 പേരുടെ ഈ റൂമിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം വാടകയ്ക്ക് വീട് എടുത്തു. പിന്നെ അത് ഞങ്ങൾ വാങ്ങിക്കാൻ പറ്റി. ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ചേച്ചി അങ്ങ് പോയി. ബ്രദർ ഷിപ്പിലോട്ടൊക്കെ പോയി. പിന്നെ ഞാനും ബെൻസിയായി. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ബെൻസി പിന്നെ തനിച്ചായി. പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോള്, അവൾ കുറച്ച് നാളുണ്ടായിരുന്നു ബെൻസിയുടെ കൂടെ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഒരു 10 വർഷത്തോളം ഞാൻ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ പപ്പ ഒന്ന് വീണ് ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ടിങ് ഒക്കെ ആയിട്ട്. ആദ്യമൊന്നും അങ്ങനെ പ്രോബ്ലം ഇല്ലായിരുന്നു. പിന്നെ ക്രമേണ പപ്പ അങ്ങ് വയ്യാതായി. കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് പപ്പ അങ്ങ് കിടപ്പിലായെന്ന് പറഞ്ഞാൽ അമ്മ തന്നെ പപ്പായെ നോക്കി. ബ്രദർ അന്നേരം ഷിപ്പിൽ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ അന്നേരം അമ്മയെ നോക്കാനായിട്ട് ഞാൻ വീണ്ടും അങ്ങ് നാട്ടിൽ പോയിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് ഇങ്ങനെ അമ്മയ്ക്കൊരു ഹെൽപ്പ് ആവട്ടെന്ന് പറഞ്ഞ് പപ്പായെ നോക്കാനായിട്ട്. അങ്ങനെ ഇരിക്കവേ ഇങ്ങനെ എനിക്ക് കല്യാണത്തിൻ്റെയൊക്കെ സമയമായി. ഗുഡ് ന്യൂസിൽ ഞങ്ങളൊരു പരസ്യം ഇട്ട്. അപ്പം ഗുഡ് ന്യൂസിൽ പരസ്യം ഇട്ടുണ്ടേ ഈ എൻ്റെ ഈ ഹസ്ബൻഡിൻ്റെ പപ്പ ഇവിടെ ബോംബെയിൽ നിന്ന് അമ്മയെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ എനിക്കൊരു മോനുണ്ട്, താല്പര്യമുണ്ടോ. അപ്പം ഞാൻ പിന്നെ എൻ്റെ മനസ്സിലെന്തോ ബോംബെയിൽ നിന്ന് അങ്ങ് വിട്ടിട്ട് ഇനി നാട്ടിലങ്ങ് അങ്ങനെ ആവാമെന്നുള്ള ഇതായിരുന്നു. ഈ ആലോചന വന്ന് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് എനിക്കിങ്ങനെ കല്യാണാലോചന വരുന്നു, ഒന്നും നടക്കുന്നില്ല. ലാസ്റ്റ് ബെൻസി ബോംബെയിലുണ്ടല്ലോ, ബെൻസി പറഞ്ഞു അപ്പോൾ ഈ പപ്പായ്ക്ക് അങ്ങ് വലിയ കൂടുതലായിട്ട് അങ്ങ് പപ്പ പറഞ്ഞൊക്കെ ഇങ്ങനെ വയ്യാതായോണ്ട് എനിക്കും അങ്ങ് ഭയങ്കരമായിട്ട് കണ്ടങ്ങ് ടെൻഷനൊക്കെ ആയി. അവൾ പറഞ്ഞൊരു കാര്യം, കുറച്ച് നാൾ നീ ബോംബെയിലോട്ട് പാടി എന്നിട്ട് തിരിച്ചു വരാമെന്ന്. അങ്ങനെ ബോംബെ വന്നോണ്ടേ ഞങ്ങളുടെ കസിൻ ഒരമ്മമ്മ ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അന്നേരം അമ്മാമ്മയുടെ ഇങ്ങനെ ബെൻസി പറയും ഇങ്ങനെ ഇതുപോലെ ബോംബെ നീ കാന്തിവിലിയിൽ നിന്ന് ഒരു ആലോചന വന്നായിരുന്നു, അത് നമ്മൾ വേണ്ടാന്ന് വെച്ചെന്ന്. അപ്പം അമ്മ പറയൂ എന്തൊരു വേലയാണ് നിങ്ങൾ ചെയ്തേ. അപ്പം ബെൻസിയുടെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ആലോചന വന്നിട്ട്. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചോണ്ടേ റേച്ചാൻ്റെ കല്യാണം നടന്നിട്ടില്ല. അങ്ങനെ വീണ്ടും അങ്ങോട്ട് അമ്മാമ്മയും ഇവരുമെല്ലാം. അപ്പോൾ പപ്പായെ വിട്ടിട്ട് പപ്പ ഇങ്ങനെ ബെഡിൽ കിടപ്പാണ്, ഒരു അമ്മയില്ലാതെ ഒക്കത്തില്ല. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ഈ ബോംബെയിൽ അമ്മയും പപ്പായും ഒന്നുമില്ലായിരുന്നു. ചേച്ചിയും അവരൊക്കെ വന്ന്, ബ്രദറും അമ്മാമ്മയും എൻ്റെ ഈ ഇവരുടെ കസിൻ എന്ന് പറയുക അമ്മാമ്മയും അച്ഛനുമാണ് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കല്യാണമൊക്കെ നടത്തിയത്. നമ്മുടെ കല്യാണത്തിന് അപ്പനും അമ്മയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഫീലിംഗ് ആയിരിക്കും. ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഒത്തിരിയാണെന്ന് കരയുകയൊക്കെ ചെയ്ത്, കാരണം ഇവർ രണ്ടും പ്രസൻ്റ് ഇല്ലല്ലോ എന്നുള്ളത്. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഈ കല്യാണം വീണ്ടും ആലോചിച്ച്, അതാ ദൈവം എൻ്റെ തലയിൽ വിധിച്ചത് റേച്ചാനായിരുന്നു. അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ പപ്പായെ കാണാൻ. അപ്പം കല്യാണം കഴിഞ്ഞ് ചെന്നാൽ പപ്പായ്ക്ക് അങ്ങനെ ലാസ്റ്റ് പപ്പായ്ക്ക് അങ്ങ് ഓർമ്മയൊന്നും ഇല്ലാതായിപ്പോയി. പപ്പായ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ചിലത് ഓർമ്മയുണ്ട്, പക്ഷേ
ഈ ആ സമയത്തൊക്കെ നടക്കുന്നതോ മക്കളെ പോലും പപ്പായ്ക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞെന്നോ എൻ്റെ ഹസ്ബൻഡിനെയോ അങ്ങനെ ഒന്നും പപ്പായ്ക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ ചെന്നിട്ട് ഇപ്പം 18 വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ ഇതായ രീതിയിൽ നമ്മുടെ കുടുംബക്കാരെ എല്ലാം വിളിച്ച് വീട്ടിലൊരു ചെറിയ ഇങ്ങനെ ഒരു പാർട്ടി പോലെ നടത്തിയായി. കാരണം കല്യാണത്തിന് എല്ലാവരും ഒന്നും വരാൻ പറ്റില്ല. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഉടനെ പിന്നെ ഞാൻ ജോലിക്കൊന്നും പോയില്ല. പിന്നെ ഇവിടുത്തെ കുടുംബഭാരം അങ്ങ് ഏറ്റെടുത്തു. 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ പോൾമോൻ ഒരു 6 മാസം ഉള്ളപ്പോഴാണ് എൻ്റെ പപ്പ മരിക്കുന്നത്. എനിക്ക് കുഞ്ഞായതോ ഒന്നും പപ്പായ്ക്ക് ഓർമ്മയില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ സ്റ്റോറി. പിന്നെ ഇവിടെ അങ്ങ് ബോംബെയിലായി. പിന്നെ വിരുന്നുകാരെ നാട്ടിൽ പോകുന്നു ഇടയ്ക്ക്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അന്നൊരു ഇതുണ്ടായിരുന്നു, അമ്മയുടെ മക്കളെല്ലാം ദൂരെ വരുന്ന ആലോചനകളോട് അത്ര താല്പര്യമില്ല, അടുത്ത് വേണമെന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഇരുന്ന് അമ്മയ്ക്ക് കിട്ടിയത് നാട്ടിലെവിടെയെങ്കിലും ദൂരെ ആണെങ്കിലും 2-3 മണിക്കൂർ കൊണ്ട് എത്താം. ഇതിപ്പം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എത്താമെങ്കിലും നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ അവധി സമയം അതെല്ലാം നോക്കിയല്ല പോകാവത്തുള്ളൂ. അതാണ് എന്നെ പറ്റിയുള്ള എന്താ പറയുന്നത്, എന്നെ പറ്റി ചോദിച്ചവർക്ക് ഞാൻ ആരാണ് എന്താണെന്നുള്ളത് ഇതൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ആൻറ്റി എന്നിട്ട് പറഞ്ഞ ആൻറ്റിയുടെ ചാനൽ ഇപ്പം ആൻറ്റിക്കൊരു ചാനലുണ്ട്, ചാനലൊക്കെ ഇപ്പം നിർത്തി വെച്ചേക്കുക. ഇനി തുടങ്ങണമെന്നുണ്ട്. സപ്പോർട്ടുണ്ട്, എല്ലാ സപ്പോർട്ടുണ്ട്. ആൻറ്റി തുടങ്ങും ചാനൽ, അത് വീണ്ടും അത് ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഉരുളി വെച്ച് ഇച്ചിരി നെയ്യും ഓയിലും ഒഴിച്ചതിന് ശേഷം ഷാജീര, 2 ഗ്രാമ്പൂ, ഏലക്ക ഇട്ടില്ല, ഏലക്ക ഇവിടെ പോളിന് ഇഷ്ടമല്ല, പിന്നെ സ്റ്റാർ അനീസ്, ബേ ലീഫ് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു 3-4 സവാള, പച്ചമുളക്, ഇപ്പോൾ ഞാനൊരു എരിവുള്ള ഒരു 4-5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2-3 ക്യൂബ് ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് 4-5 വെളുത്തുള്ളി. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഞാനൊരു 2 വലിയ ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് ചേർക്കാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും ചെയ്യുമ്പം ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്തിട്ടൊന്നും ചെയ്യണേ, നല്ല ടേസ്റ്റാണ് അതുകൂടെ ഇട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പം. ഞാനിത് ഇന്ന് ഉണ്ടാക്കാനിരുന്നതല്ല, ഇവിടെ ഒരു അബദ്ധം പറ്റി, അതുകൊണ്ടാണ്. കാരണം ചപ്പാത്തി ഉച്ചയ്ക്ക് ഇവിടെ ഇവർക്ക് ഞാൻ ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചക്കത്തെ ഊണ് ഉണ്ടാക്കണമെങ്കിൽ, പിന്നെ ചോറുണ്ടാക്കണമെങ്കിൽ എനിക്കിപ്പോൾ എപ്പോഴാണെങ്കിലും ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല, അതിന് വന്നു കഴിഞ്ഞിട്ടൊക്കെ ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പം സാവകാശം മതി. ഇന്നലെ ആൻറ്റി വിളിച്ച് റേച്ചാൻ പറഞ്ഞായിരുന്നെന്ന് ഇന്ന് ചപ്പാത്തി ഇല്ല, അവരുടെ ആരാൾക്ക് സുഖമില്ലാതെ കണ്ട് അവരങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ റേച്ചാൻ എന്നോട് പറഞ്ഞില്ല, ഒത്തിരി ലേറ്റായിട്ടാണ് പിന്നെ പറഞ്ഞത് ഇന്ന് ചപ്പാത്തി ഇല്ലെന്ന്. അപ്പം ഇന്നത്തെ തോരനൊക്കെ ഇരിപ്പുണ്ട്, എങ്കിലും പെട്ടെന്ന് ചോറും കറിയും ഇതൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഞാൻ അന്നേരം എൻ്റെ പൂള് പറഞ്ഞു, മമ്മി എന്നാൽ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇത് ചെയ്യാമെന്ന് വെച്ചതാണ്. അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഇതിങ്ങനെ പെട്ടെന്ന് ചെയ്തല്ലായിരുന്നെങ്കിൽ ചോറും കറിയും ഇതെല്ലാം വെച്ച് ഇച്ചിരി ലേറ്റായിട്ടേ അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഈ സവാളയും ഉരുളൻകിഴങ്ങൊക്കെ നന്നായി ഇങ്ങനെ വഴറ്റിയെടുത്ത് എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ ഈ ഉള്ളിയും ഉരുളൻകിഴങ്ങും വഴറ്റി ഉടനെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ അതൊന്ന് വഴറ്റിയത്, ആ ഉരുളൻകിഴങ്ങിന് ഇത്തിരി കളർ കിട്ടാൻ വേണ്ടി. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഞാൻ ഇതിൽ ഷാഹി ബിരിയാണി മസാല, എവറസ്റ്റിൻ്റെ ഷാഹി ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്, അതൊരു 2 ടേബിൾ സ്പൂൺ. ഇത്രയുമാണ് ചേർത്തത്. ഇതൊരു 3.5 ഗ്ലാസ് അരിക്ക്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, മസാലയും നല്ല ഇതായിരുന്നു. കാരണം കറക്റ്റ് ഒരു റൈത്തയുടെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോന്നണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. നമുക്ക് വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ട, ഇങ്ങനെ എമർജൻസിയിലൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല ഈ രീതിയിൽ ചെയ്ത് നോക്ക്. നല്ല ഇതിനേക്കാൾ കുറച്ച് നിങ്ങൾക്ക് അളവെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ പെട്ടെന്ന് ചെയ്യാം. കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് എനിക്ക് അത്രയും സവാളയൊക്കെ അരിഞ്ഞെടുക്കണം, അതുകൊണ്ടൊക്കെ ഇച്ചിരി സമയം പോയതേ ഉള്ളൂ. അപ്പം ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചിട്ട് പിന്നെ 1 ഗ്ലാസ് കൂടെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചേ. ചില അരിയുടെ ഇതുപോലെ ഇരിക്കും, ഞാൻ ഒഴിച്ചത് കറക്റ്റായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്, അരിക്കുള്ള ഉപ്പൂടെ വേണമല്ലേ. എന്നാൽ ഞാനൊരു
അത് ഞാൻ എൻ്റെ ഇതിലൊരു മെത്തേഡിൽ അങ്ങ് ചേർത്തിയത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ വെള്ളത്തിലോട്ട്. എന്നിട്ട് ഞാൻ അരി കഴുകി, അരി സോക്ക് ചെയ്യാനൊന്നും വെച്ചില്ലേ, അരി കഴുകി ഇത് ഇട്ടിട്ട് അതൊന്ന് അവിടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്, ഒന്ന് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അതൊന്ന് വറക്കാനായിട്ട്. അപ്പം എൻ്റെ കയ്യിലിപ്പം ഞാൻ ഈ പാൽപ്പാട എടുത്ത് വെച്ച് നെയ്യ് എടുക്കുന്നില്ല, അപ്പം നെയ്യ് ഇല്ലായിരുന്നു. അപ്പം ഇപ്പം ജിയോ മാർട്ടിൽ നിന്ന് ഇച്ചിരി നെയ്യ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്, അതും അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് ആ കുപ്പിയിലുണ്ടായിരുന്നു, അതാണ് ഞാൻ ആദ്യം അതിൻ്റെ അകത്ത് ചേർത്തത്. അപ്പോൾ ഇതിനിച്ചിരി നെയ്യൊക്കെ നമുക്ക് വേണേ, ഒത്തിരി വേണ്ട, 1-2 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ മണം കിട്ടുന്നത്, ഒരു ടേസ്റ്റും. അപ്പം ഞാൻ ഈ സവാളയൊന്ന് ചെറിയ സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാനിതിൽ നോർമൽ വോയിസാണ് കൊടുത്തത്, പക്ഷേ അതിപ്പം ഇടാൻ നോക്കിയിട്ട് ഇല്ല, എക്സോസ് കൂടി ഇട്ടേക്കുന്നതുകൊണ്ട് ഭയങ്കര പടാ സൗണ്ട്, അതുകൊണ്ടങ്ങ് ഞാൻ വോയിസ് ഓവർ കൊടുത്തതാണ്. അപ്പോൾ ഇത് നന്നായി തിളച്ചു. ഇനി ഞാൻ ഇതിൻ്റെ തീ അങ്ങ് കുറച്ച് വെക്കുക, എന്നിട്ടത് അടച്ചവിടെ കിടക്കട്ടെ. ഇവിടെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആ സവാളയൊന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ സവാള വറക്കാനിട്ടത് ഒരു ഇച്ചിരി ഒന്ന് ഇട്ടതിന് ശേഷം ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ അതിലൊന്ന് വിതറിയിട്ടുണ്ട്. അപ്പോൾ വേണ്ട, ഞാൻ ഇതിപ്പം ഇതിൻ്റെ അകത്ത് അടിയിൽ വെള്ളമൊന്നുമില്ല, പക്ഷേ റൈസ് ഇത്തിരി നനവ് പോലെ ഉണ്ട്. അപ്പം ഞാനങ്ങ് തീ ഓഫാക്കി, എന്നിട്ട് നന്നായി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചവിടെ ഇടാം. നമ്മൾ ഈ ദം ചെയ്യുന്ന രീതി ഇതല്ല, ദം ചെയ്യുന്നതിന് പകരമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ അങ്ങ് തീ ഓഫാക്കി ഇടും, എന്നിട്ട് ആ ആവിയിൽ കിടന്നിത് കുറേയും കൂടെ വെന്തിങ്ങനെ നന്നായിട്ട് വരും. നിങ്ങളുടെ റൈസിലും ഡിപ്പെൻഡാന്ന് ഞാൻ പറഞ്ഞ്, ഇതിപ്പം കുഴപ്പമൊന്നുമില്ല, ആ നനവ് പോലുള്ളത് മാറാൻ വേണ്ടി ഞാൻ വെച്ച് ഇങ്ങനെ തീ ഓഫാക്കി ഇട്ടയാ. പക്ഷേ ഈ റൈസിൻ്റെ കളർ ഇതല്ല കേട്ടോ, എൻ്റെ വീഡിയോയ്ക്ക് എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല, നല്ലൊരു ചുമന്ന യെല്ലോ കളറായത്. അപ്പം ഞാൻ അതൊന്ന് കുറച്ച് കഴിഞ്ഞോണ്ടേ ഒന്ന് ഇളക്കി നോക്കി, ഇതിൻ്റെ അകത്ത് ഇപ്പം വെള്ളമൊന്നുമില്ല, നല്ല ഇതിൽ റൈസ് നമുക്ക് കിട്ടി. ഇത് പക്ഷേ വൈകുന്നേരം ആയ ഉടനെ കുറേയും കൂടെ അങ്ങ് റൈസ് അങ്ങ് കല്ലും ഇച്ചിരി ഇതായിപ്പോയി. അപ്പോൾ അതിൻ്റെ ആ ഇലയുണ്ടല്ലേ, അതൊക്കെ ഞാനങ്ങ് കിട്ടിയതെടുത്തങ്ങ് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ നെയ്യ് എൻ്റെ ബോട്ടിലിൻ്റെ അകത്ത് ഉള്ളത് ഞാൻ ഊറ്റി അങ്ങോട്ട് ഒഴിച്ചിട്ട്, ബാക്കി ഞാനിപ്പം പുതിയത് വാങ്ങിച്ചത് ഇതിൽ നിന്ന് അപ്പം അത് ലൂസായിട്ടുള്ള അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി അതിൻ്റെ അകത്തൊന്ന് പൊട്ടിച്ചിട്ട് ആ സ്പൂണിൽ കോരി 1-2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ സവാള ഇച്ചിരി, ഞാൻ പറഞ്ഞില്ല അത് വറക്കാൻ നേരം ഞാൻ സ്വല്പം പഞ്ചസാര വിതറിയെന്ന്. അപ്പോൾ ആ ഉള്ളി ഇങ്ങനെ ഇത് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന ഉടനെ ആ ഉള്ളിക്കൊക്കെ ഒരു നല്ലൊരു ഇച്ചിരി മധുരമൊക്കെ ഉള്ളത് കൊണ്ട് അത് കഴിക്കാൻ നേരം നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ പറയില്ല, എൻ്റെ ക്യാമറയ്ക്ക് എന്തോ സെറ്റിങ്ങിൽ അന്നേരം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ എഡിറ്റിങ് സമയത്ത് ഈ ഉള്ളിയൊക്കെ നന്നായി നമ്മൾ വറുത്തെടുത്ത ഉള്ളിയാണ്, അതിൻ്റെയൊക്കെ കളറ് തന്നെ ഒരു വല്ലാത്ത കളറ്. അപ്പോൾ ഞാൻ അന്നേരം എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ല, ആ പച്ച നെറ്റ് അവിടെ കിടക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും, അതിൻ്റെ ആ ഷാഡോ ഇങ്ങോട്ട് അടിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ കളറ്. ഇന്നാളും ഇതുപോലായിരുന്നു എന്തോ ഒരു കൂട്ടാൻ വെച്ചോണ്ടേ കറി, ചിക്കൻ കറിയോ ബീഫ് എങ്ങാണ്ട്. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഇങ്ങനെ ഉള്ളതിങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി ഇടുന്ന ഉടനെ നല്ലൊരു ടേസ്റ്റായിരുന്നു. എന്നിട്ട് ഞാൻ മുട്ട ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് ഞാനവിടെ ഇച്ചിരി എണ്ണയ്ക്കകത്തൊന്ന് വറുത്തെടുത്തായിരുന്നേ. അപ്പോൾ മുട്ടയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. അപ്പം പിള്ളേർക്ക് എല്ലാം ഇന്ന് ഖുഷിയായിരുന്നു, പോളിനും സന്തോഷമായിരുന്നു, പ്രൈസിന്. ഇതിൻ്റെ കൂടെ ലെമൺ ആൻഡ് ഡേറ്റ്സിൻ്റെ പിക്കിള് അടിപൊളിയാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു മുട്ട ബിരിയാണി പെട്ടെന്ന് തയ്യാറാക്കി. ഇതൊക്കെ അരിഞ്ഞെടുത്താൽ പിന്നെ വളരെ പെട്ടെന്ന് ചെയ്യാം. നമ്മൾ ഈ ചോറും കറി ഇതെല്ലാം ഉണ്ടാക്കുന്നതിനേക്കായി വളരെ പെട്ടെന്ന്. ഞാനൊരു 12 മണിക്കാണ് ഉള്ളിയൊക്കെ അരിയാൻ തുടങ്ങിയത്. 1:30 ആയപ്പോഴത്തേക്കിന് എല്ലാം റെഡിയായി. കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഒക്കെ ഇല്ലേ, അത്രയൊക്കെ വെന്ത് വരുമ്പം സമയമാവും. പിന്നെ വൈകിട്ട് ഞാൻ അത് കഴിക്കാൻ പോയില്ല. ഞാൻ വൈകിട്ട് കൂവപ്പൊടി ഉണ്ടല്ലേ, ഞാൻ നാട്ടിൽ നിന്ന് വന്നുള്ള വെൻസിയുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ അങ്ങ് നന്നായി വേവിച്ചിട്ട് ഇത്തിരി ശർക്കര, ഞാൻ ഒത്തിരി ഒരു ചെറിയൊരു മധുരം ഇല്ലെങ്കിൽ അത്ര രസമില്ലല്ലേ, അതുകൊണ്ട് സ്വല്പം ഇത് ഞാൻ കൈ കൊണ്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്ക് ആവുന്നത്. ഞാൻ ഇച്ചിരി ശർക്കര കലക്കിയിട്ട് അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച്, അപ്പം അത്താഴത്തിന് ഇത് പിന്നെ ഈ കൂവപ്പൊടിയൊക്കെ ശരീരത്തിന് നല്ല തണുപ്പും തരും. അപ്പം എൻ്റെ അത്താഴം ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.